ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സൺഡേ എടുത്തിട്ടുണ്ടായ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ അതിൽ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓളെന്ന ഓപ്ഷൻ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരിയും വെള്ളക്കടലയില്ലേ അതിൻ്റെ കറിയാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ഒരു പാർട്ടി വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടുനോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടൊന്ന് ലഞ്ചായിട്ടാണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബിരിയാണി റൈസ്, സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന റൈസില്ലേ അത്, ജീരകശാല റൈസ്, അത് ഒരു കപ്പ് നന്നായിട്ട് തന്നെ കഴുകി ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ നമ്മൾ എത്രയാണോ, ഇപ്പോൾ ഒരു കപ്പ് റൈസ് എടുക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കാം കേട്ടോ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ചെറിയ പീസ്, ഒരു സവോളൻ്റെ പകുതിയും വേണ്ട കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ ചെറിയ പീസ് പട്ട, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ക്യുമിൻ സീഡ്സ്. അതൊക്കെ കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ടില്ലേ ആ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. നമ്മളിങ്ങനെ ആട്ടോ വെക്കൽ. ചിലയിടത്തൊക്കെ വെള്ളം തിളപ്പിച്ചിട്ടല്ലേ വെക്കുക. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അരി നന്നായിട്ട് തന്നെ വറുത്തെടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് ഉണ്ടായിന് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരാവശ്യമില്ല, ഞാൻ വെറുതെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറ് കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഈ അരിയൊക്കെ നന്നായി വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ നന്നായി തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വേണമെന്നൊന്നുമില്ല, ഇത് പക്ഷേ നെയ്ച്ചോറിന് നല്ല വൈറ്റ് കളർ ഇട്ടാൽ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ക്യാരറ്റ് ചേർത്തുകൊണ്ട് അത്രയും വൈറ്റ് കിട്ടില്ല കേട്ടോ, ക്യാരറ്റിൻ്റെ ആ ഒരു കളറും ഇറങ്ങുമല്ലോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെള്ളം വറ്റി വരുമ്പോൾ റൈസിന് ഇതുപോലെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ നല്ല എന്താ പറയുക, ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് അങ്ങനെ തന്നെ പിന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചൊരു 2-3 മിനിറ്റൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചിട്ട് എന്താ പറയുക, ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാവും. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിന് പരിപ്പ് കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ചുവന്ന പരിപ്പാട്ടോ ഇത്. അത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നെയ്ച്ചോറിന് നമ്മൾ ഇറച്ചിക്കറിയും ഇതൊക്കെ അല്ലേ കഴിക്കുന്നത്, പക്ഷേ ഈ ഒരു പരിപ്പ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ് നെയ്ച്ചോറിന്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പോളം പരിപ്പാട്ട എടുത്തിട്ടുള്ളത്, എനിക്ക് അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ. അപ്പോൾ ഒരു സവാളിൻ്റെ പകുതി മതി. പിന്നെ ഒരു പകുതി തക്കാളി, പകുതി ഉരുളക്കിഴങ്ങ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പിന്. ഇതൊക്കെ ഇതിലിട്ട് കൊടുക്കാം. മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പരിപ്പ് അറിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്ന തന്നെയാവും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പരിപ്പറിയില്ല, ഇങ്ങനെയുള്ള ചെമ്പിൽ വെക്കുന്നതിനേക്കാളും നല്ല മൺചട്ടിയിലാണ്. ഞാൻ അധികം മൺചട്ടിയിൽ വെക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്.
ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. 1-2 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാൻ പിന്നെ കുറേ പാത്രങ്ങൾ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ആക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പരിപ്പൊക്കെ പെട്ടെന്ന് വേവുന്ന സംഭവമല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം കുറച്ച് മതി. ഞാൻ പരിപ്പിന് അങ്ങനെ കൂടുതൽ പരിപ്പിനിടലില്ല കേട്ടോ, തേങ്ങ കുറച്ച് മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ അരക്കപ്പ് തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പ് നല്ല തിക്കായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് കാച്ചി വയ്ക്കാനുണ്ട്, കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട്. ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1 ടീസ്പൂണോളം കടുക് മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിഷ്ടമുള്ള സംഭവമായിട്ട് ഈ കടുക് പൊട്ടിക്കുന്ന മൊത്തത്തിൽ ആകെ എന്താ പറയുക തെറിച്ചിട്ട് വൃത്തികേടാവും ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ. ഇനി ഇതിലോട്ട് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉള്ളതെങ്കിൽ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി, ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ മല്ലിയില, അതും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്ലേവറൊന്നും പുറത്തോട്ട് പോകില്ല. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാനൊരു എന്താ പറയുക ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലോട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളിൻ്റെ പകുതി, പിന്നെ 2-3 പച്ചമുളക്. അതൊക്കെ നിങ്ങളെ എരിവിന് ആവശ്യത്തിന് നോക്കിയിട്ട് പച്ചമുളകൊക്കെ എടുക്കുക. നമ്മൾ വറവാക്കുന്നില്ലേ, മറ്റുള്ളവർ ഉപ്പേരി തോരനൊക്കെ പറയുന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ അതിൻ്റെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വേർഷൻ മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അതേ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടിയില്ലേ. അല്ലെങ്കിൽ വറവൊക്കെ ആക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പണി തന്നെയല്ലേ. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നു കേട്ടോ, അതാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു തുള്ളി വെള്ളം പോലും ആക്കാൻ പാടില്ല. നമ്മളിത് അരക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ആക്കാണ്ട് വേണം ഇതൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കടുകിൻ്റെ ഈ ഒരു മിക്സിലോട്ട് നമ്മുടെ അരച്ച് വെച്ച ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീട്രൂട്ട് കുറച്ച് വേവുള്ള സംഭവമല്ലേ, അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. 15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചിട്ടെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവും, അപ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി വീണ്ടും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നിങ്ങൾ എത്രയാണോ ബീട്രൂട്ട് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ ബീട്രൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കിയിട്ട് ഇതിലോട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മീനൊക്കെ പൊരിക്കുമ്പോൾ ഇല്ലേ കുറച്ച് ഉപ്പ് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഒരു അരമുറിയൊക്കെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും ചെറുനാരങ്ങ നീരല്ലെങ്കിൽ പുളിയില്ല, അതിൻ്റെ കട്ടിയിൽ വെള്ളമാക്കിയിട്ട് അതെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉപ്പും കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം, എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം ഏത് ഫിഷ് ആയാലും.
അപ്പോൾ എനിക്കിന്ന് ഇവിടെ ആവോലിയാട്ടോ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മീനിൽ നന്നായിട്ട് തന്നെ ഈ മുളകൊക്കെ പിടിക്കും. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി റെഡിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് നന്നായിട്ട് തന്നെ എന്താ പറയുക മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ മുളകൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഒരു ഫ്രൈ പാന് വെച്ചിട്ട് നമ്മൾ സാധാ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇല്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുതൽ അങ്ങനെ ഫ്രൈ ആക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയല്ല, കൂടുതലൊരു ഡ്രൈ ആക്കിയിട്ട് എടുക്കൂലേ, അങ്ങനെ ആകുമ്പോൾ ചിലർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ അങ്ങനെ കൂടുതൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മീനും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ലഞ്ചിൻ്റെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ കടുക് താളിച്ചാലും അതുപോലെ തന്നെ ഈ ഫിഷ് ഫ്രൈ ചെയ്താലൊക്കെ എന്തായാലും ഓയിൽ തെറിച്ചിട്ട് ആകെ എത്ര എനിക്ക് തുടച്ചാലും വൃത്തിയാവാത്ത പോലെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു കിച്ചണിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ വർക്ക് ഏരിയയിൽ തന്നെ ചെയ്യൽ ഇങ്ങനെ. ഇവിടെ എന്തായാലും നമുക്ക് ഈ ഗ്ലാസിൻ്റെ എന്ത് സംഭവമായാലും നമ്മൾ കുറച്ച് എണ്ണയായി കഴിഞ്ഞാലില്ലേ പെട്ടെന്നൊന്നും പോയി കിട്ടൂല. എത്ര തുടച്ചാലും പോവാത്ത പോലെയാണ് നമുക്ക്. മറ്റുള്ളവരെ കാര്യം അറിയില്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേ കണ്ടില്ലേ, എത്ര തുടച്ചാലും ആ ഒരു കലയുണ്ടാവും. അതുകൊണ്ട് ഞാനെന്താ ചെയ്യാമെന്നറിയാം, ഇതിൽ ഡെറ്റോളും നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ലിക്വിഡില്ലേ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ 2-3 പ്രാവശ്യം തുടച്ചെടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ വെച്ച് തുടച്ചാലേ എനിക്ക് ആ ഒരു എണ്ണമഴക്കൊക്കെ ഒന്ന് ഒരു പോയ പോലെ തോന്നും. അല്ലെങ്കിൽ എത്ര നമ്മൾ തുണി വെച്ച് തുടച്ചാലും ആ ഒരു എണ്ണമഴക്ക് പോവാത്ത പോലെയാണ്. അപ്പോൾ ടിഷ്യൂ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അതേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ലാസ്റ്റ് ടൈമിൽ മൊത്തം തുടച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ച് നോക്കിക്കോ, കുറച്ച് നനച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നെയ്ച്ചോറും അതുപോലെ തന്നെ പരിപ്പിൻ്റെ കറിയും ഒരു വെറൈറ്റി അല്ലേ. നമ്മൾ എപ്പോഴും ഞാൻ അല്ലെങ്കിൽ സൺഡേസിൽ അധികം കുട്ടികളുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കലുണ്ട് കേട്ടോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആക്കും, ഫ്രൈഡ് റൈസോ അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.